അടിസ്ഥാനപരമായി കാൽവിനിസത്തിനുള്ള ഞാൻ സച്ചിൻ ആദ്യം പറഞ്ഞതിൻ്റെ അകത്തുള്ള ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നോടെ, കാരണം ആ ടോപ്പിക് നമ്മൾ സച്ചിൻ പറഞ്ഞ ആ മേഖലയ്ക്കകത്ത് എനിക്കുള്ള ഒരു ജസ്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും അല്ല, ദർ ഇസ് നോ കോൺഫ്ലിക്റ്റ്, വിയോജിപ്പ്. വെദർ ഇറ്റ്സ് മീ ഓർ ക്രൈസ്റ്റ്, ഞാനാണോ അതോ എങ്കിൽ ക്രിസ്തുവാണോ? ക്രിസ്തുവാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ഇതിനെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിനെ എൻ്റെ ലൈഫ് എന്നല്ലേ വിളിക്കണ്ടേ? നേരത്തെ എന്തായിരുന്നു? സാൽവേഷൻ ഞാൻ അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ്, രക്ഷ ഞാൻ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ആകാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാനിവിടെ വന്നിട്ട് ആകാൻ ശ്രമിക്കുന്നെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അന്നും ഇന്നും? ഇവിടെ സച്ചിൻ പറഞ്ഞപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്ത് അതേ ചിന്ത തന്നെ, അതിൻ്റെ അകത്ത് വ്യത്യസ്തതയൊന്നുമില്ല. ഇവിടെ ഐ എം അലൗവിങ് ജീസസ്, ഞാനിവിടെ യേശുവിനെ അനുവദിക്കുകയാണ് ടു കൺട്രോൾ മീ. സോ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിലും പൗലോസ് പറയുന്നത് ഞാൻ ഓടിയെന്ന് പറയാനില്ല. ഓടിയത് അവന്റെ കൃപയല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ് ഞാൻ സകലത്തിലും ചെയ്തത്. സോ എവ്രി ഡേ ഐ എം ട്രസ്റ്റിംഗ് ഇൻ ഹിസ് കൈൻഡ്നസ് ഓർ ഇൻ ഹിസ് ഗ്രേസ് എന്നുള്ള ഒരാശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇതിനകത്തൊരു ഒരു പ്രത്യേകത, ഇപ്പം ജോസഫ് പ്രിൻസിന്റെ ചിന്തകളിലാണെങ്കിലും പലപ്പോഴും ഇവിടെ നമ്മൾ ജോസഫ് പ്രിൻസിന്റെ, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പേ ടു ബി വെരി ഫ്രാങ്ക്, ജോസഫ് പ്രിൻസിന്റെ ആശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് എനിക്ക് ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാനത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാല്, ഞാൻ കൂടുതലും നമ്മളെ കേരളത്തിലുള്ള ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ പ്രസംഗങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചതും വായിച്ചതും ജോസഫ് പ്രിൻസിന്റെ ആയതുകൊണ്ടാണ് ഞാൻ ജോസഫ് പ്രിൻസിന്റെ കാര്യങ്ങളെ കുറിച്ച്, ഞാനത് ജോസഫ് പ്രിൻസിന്റെ പുസ്തകങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ആളാണ് ഞാൻ, ഇപ്പോഴല്ല, നേരത്തെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത് കാശ് കൊടുത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ചിലപ്പോഴേ ആളുകൾ ചിന്തിക്കും, ഞാൻ ഒരിക്കലും ജോസഫ് പ്രിൻസിനെ കോട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരാളോട് ചോദിച്ചു ജോസഫ് പ്രിൻസിനെ വായിച്ചിട്ടുണ്ടോ, വെറുതെ പറയുകയാണെന്നുള്ള നിലയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ട്. രണ്ടാമത് അദ്ദേഹത്തിന്റെ അടുത്ത ചോദ്യം ചാറ്റിനകത്താണ്, ഏതെങ്കിലും കൊട്ടേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ഒരു കൊട്ടേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഏത് പുസ്തകം, എത്രാമത്തെ ചാപ്റ്റർ, എത്രാമത്തെ അധ്യായം. ഞാൻ പറഞ്ഞു ആലോചിച്ച് പറഞ്ഞാൽ മതി, വെറുതെ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വായിച്ചിട്ടില്ല എന്നുള്ള ഒരു നിലയിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞു ഇത്രാമത്തെ അധ്യായം, ഇത്രാമത്തെ ചാപ്റ്ററിൽ, ഇത്രാമത്തെ പേജിലാണ്. ഓ, അപ്പോൾ വായിച്ചിട്ടുണ്ടല്ലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബുക്ക് കോപ്പി ചെയ്യുമ്പോൾ നോർമലി ആളുകൾ ചിന്തിക്കും ഇതൊന്നും വായിക്കാതെയോ മറ്റോ, അങ്ങനെ ചിലപ്പോൾ ആളുകൾ പറയുമായിരിക്കും. പക്ഷെ സാറിനെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അപ്പം ജോസഫ് പ്രിൻസ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത്, ഗ്രേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾവേസ് ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ഇസ് ഡൺ, അല്ലെങ്കിൽ ലോ എന്ന് അദ്ദേഹം പറയുന്ന ഇത് യു ഡു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതായത് ഇപ്പം സജിത്ത് പറയുമ്പോഴും നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയണമെങ്കിൽ ഇത് കാൽവിനിസത്തിലെ തന്നെ ഒരു ഉപദേശത്തിനകത്തൊരു പ്രശ്നമുണ്ടായി. ദൈവം നമ്മളെ പിടിച്ചു കൊണ്ടുപോവുകയാണ്, അല്ലാതെ ഒരു പരിധിവരെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് കാൽവിനിസത്തിനകത്തുള്ളത്. പക്ഷേ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളോ ഏതെടുത്തു കഴിഞ്ഞാലും എല്ലായ്പ്പോഴും ദൈവം എന്തെങ്കിലും ഒന്ന് മനുഷ്യവർഗത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. രണ്ട്, ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യാനുള്ള എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അതിനുള്ള റിസോഴ്സസിനെ കുറിച്ച് ഉള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ ചെയ്വിൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്വിൻ എന്ന് നമ്മളോട് പറയണമെങ്കിൽ യേശു ചെയ്യുന്ന കാര്യമല്ല, ഞാൻ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഞാൻ ചെയ്യേണ്ടതായ യേശു വന്നിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം വർക്കല്ല, ഫ്രൂട്ടാ. ഇതിനകത്ത് ഇത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ ഒരു തെറ്റിദ്ധാരണയാണിത്. വർക്കല്ല, ഫ്രൂട്ടാണെന്ന് പറയുമ്പോൾ ഫ്രൂട്ട് ഇപ്പം എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കുന്നവന് ഫലം ഉണ്ടാകും. പക്ഷെ ഈ ഫ്രൂട്ട് തനിയെ ഒരിക്കലും ഉണ്ടാവില്ല. ഓൺലി ഫ്രം ദ സീഡ്. അല്ല, ഫ്രൂട്ട് തനിയെ ഉണ്ടാവില്ല, പക്ഷെ വസിച്ചാലേ ഉണ്ടാവത്തുള്ളൂ. വിത്തിൽ നിന്നേ ഉണ്ടാവുള്ളൂ. വിത്തിൽ നിന്ന് തന്നെയല്ല, വിത്തിൽ നിന്നല്ല ഫ്രൂട്ട്. വിത്തല്ല ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉദാഹരണം വിത്തല്ല. ശരിക്കും വേദോത്സവം പഠിപ്പിക്കുന്ന അനുസരിച്ച് നമ്മൾ വി ആർ ഗ്രാഫ്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. രണ്ടാശയങ്ങളും ഉണ്ടല്ലോ ഇവിടുത്തെ കാര്യം. എന്നിൽ വസിപ്പിൻ. ജോൺ 15 പറയുമ്പോൾ യു ആർ ഗ്രാഫ്റ്റഡ്. ബട്ട് അതേ ജോൺ എപ്പിസ്റ്റൽ ഓഫ് ജോണിൽ പറയുമ്പോൾ സീഡ് അവനിൽ വീണിരിക്കുന്നു. the very seed of God that remains in you. അവന്റെ ക്യാരക്ടറിനെ കുറിച്ച് സീഡ് അവന്റെ ക്യാരക്ടറാണ്. ഇപ്പം ജോൺ 15 dwell in me, I will dwell in you. അതേ ജോൺ തന്നെ എപ്പിസ്റ്റൽസിൽ പറയുമ്പോൾ യു ക്യാൻ dwell in Christ
Why? Because the seed is reminding you. അതുകൊണ്ട് അവനിൽ വസിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. സീഡ് ഉള്ളത് കൊണ്ട് അവനിൽ സീഡ് ഉള്ളത് കൊണ്ടേ അവനിൽ വസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഇത് അതായത് എന്നില് വീണിരിക്കുന്ന വിത്ത് ദൈവത്തിന്റെ വിത്ത് ആയത് ഇപ്പൊ പറഞ്ഞ പോയിന്റ് കറക്റ്റാ. വിത്ത് ഉണ്ടെങ്കിലേ അവനിൽ വസിക്കാൻ പറ്റുള്ളൂ. എന്റെ ശ്രമത്താൽ എനിക്ക് പറ്റത്തില്ല. ഐ ഹാവ് ടു ട്രസ്റ്റ് ഇൻ ഹിസ് ഗ്രേസ്. അവന്റെ കൃപയിൽ എനിക്ക് ആശ്രയിച്ചേ പറ്റുള്ളൂ. അപ്പോ വസിക്കുക എന്നതിന്റെ പ്രസക്തി എന്താ? വസിക്കുന്നത് പോലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ വർക്ക് എന്ന് പറയുന്ന ഒറ്റ ഫാക്ടർ സാധാരണ മനസ്സിലാവുന്നത്. വർക്ക് എന്ന് പറയുന്ന വസിക്കുക എന്ന് പറയുന്ന ഫാക്ടർ പോലും ഗ്രാഫ്റ്റഡ് us into this. അതുകൊണ്ടാണ് അവൻ എന്നിൽ വസിക്കാൻ എന്നെ അവിടുന്ന് ആക്കി വെച്ചത് കൊണ്ടാണ് ഞാൻ അവനിൽ വസിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്നിൽ വസിപ്പീൻ എന്ന കമാൻഡിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യാനുള്ള ഒന്നുമില്ലേ? അല്ല, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാനുള്ള ഒന്നുമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അല്ല, കർത്താവ് വസിക്കുന്നോണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാജു ബ്രദർ പറഞ്ഞത് വസിക്കാൻ കമാൻഡിന്റെ ആവശ്യം വരികയല്ലോ. ഇപ്പൊ വസിക്കാൻ കമാൻഡ് തരുന്നതിന് മുമ്പ് ഇപ്പൊ ജോൺ 15 പഠിക്കുമ്പോൾ ജോൺ 14 പഠിക്കണമല്ലോ. ജോൺ 15 പഠിക്കുമ്പോൾ ജോൺ 14 പഠിക്കണമല്ലോ. ജോൺ 14 ഈ വിഷയം വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയത്തില്ലായിരുന്നു. സോ ഞാൻ വസിക്കുന്ന വാസസ്ഥലത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു, മനുഷ്യസിനെ ഉണ്ടാക്കാൻ പോകുന്നു. ഇതിന്റെ എക്സ്പ്ലനേഷൻ ജോൺ 15. അല്ലെ, ജോൺ 14 ഒക്കെ അങ്ങനെ പെട്ടെന്ന് ലാഘവത്തോടെ പറഞ്ഞ ആ ആശയത്തിൽ മാത്രം പറഞ്ഞു വിടാനുള്ളതല്ല. അതിലൊക്കെ വളരെ വളരെ അല്ലല്ല, അത് വളരെ വളരെ ആഴമായ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിലുണ്ട്. അതെല്ലാം പറയാനല്ല ഈ വിഷയവുമായുള്ള ബന്ധം. ഇപ്പം ഒന്ന് നമ്മൾ യോഹന്നാന്റെ ലേഖനം പറഞ്ഞല്ലോ, 1 യോഹന്നാൻ 5:12 വായിക്കുമ്പം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. സാത്താൻ അവനെ തീർന്നില്ല. അപ്പൊ നമ്മൾ വസിക്കുക എന്ന് പറയുന്നത് ദൈവം സൂക്ഷിക്കുന്നതല്ല, തന്നെത്താൻ സൂക്ഷിക്കുന്നു. തന്നെത്താൻ സൂക്ഷിക്കാൻ എനിക്കുള്ള എബിലിറ്റി എന്റെ ജീവൻ യേശുവിൽ അവിടെ ഒരു കാറ്റ് തിയോളജി അല്ല. മുമ്പേ സജിത്ത് പറഞ്ഞതുപോലെ പൂച്ചയുടെ കുഞ്ഞാണ് പാട്ടികൾ അടുത്ത് ചെന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മളിപ്പോ ഈ രക്ഷയുടെ 3 ഘട്ടങ്ങളുണ്ട്. പിന്നെ സാംബാസ് എന്നോട് ആദ്യം ചോദിച്ചത് ഞാൻ ആ വാസ്തവത്തിൽ അതാണ് ഞാൻ അതും കൂടെ പറയണമായിരുന്നു, എങ്കിലും മറ്റുള്ളവരും കൂടെ പറയട്ടെന്ന് കണ്ടാൽ ഞാൻ സ്വയം നിർത്തിയത്. 3 ഭാഗങ്ങളുണ്ടല്ലോ, രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ടല്ലോ. ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു ഫിനിഷ്ഡ് വർക്ക് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. പത്രോസിന് 1-ാം വർക്കിംഗ് ഔട്ട്. പിന്നെ പത്രോസ് പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം ധാരാളമായി. രക്ഷയുടെ 1-ാം ഘട്ടം സമ്പൂർണമായുള്ള സമർപ്പണത്തിന് ഫലമായി നമുക്ക് ലഭിക്കുന്ന ആ സമ്പൂർണമായ സമർപ്പണത്തിൽ നമ്മൾ നിലനിൽക്കണം. അതിൻ്റെ അകത്തൊരു ഒരു മേജർ തിങ് ഈ ചർച്ചയ്ക്ക് ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു 2 ഇസങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്, കാൽവിനിസവും ആർമീനിയസും. ഇപ്പൊ സാറ് പറയുന്ന അർമീനിയസത്തിന്റെ ഡോക്ട്രിൻ ഞാൻ ഫോളോ ചെയ്യണമെന്നില്ല, ഞാനത് ബിലീവ് ചെയ്യുന്നില്ല. രക്ഷയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് കർത്താവ് ചെയ്തു, ബാക്കി 2 എന്റെ കയ്യിലാണെന്നുള്ള ആശയത്തെ ഞാൻ ബിലീവ് ചെയ്യുന്നു. സജിത്ത് മറ്റേ 2 ഘട്ടവും എന്റെ കയ്യിലാണെന്നല്ല അർമീനിയസും. അർമീനിയനിസം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാൽവിനിസും അർമീനിയസും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് പറയുമ്പോഴത്തേന് ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ചെറിയ സാജി മാത്യു പറഞ്ഞപ്പോൾ അത് പറഞ്ഞല്ലോ, അവരടുത്ത ആളുകളായിരുന്നു അന്ന്. അപ്പം എന്നിലിരിക്കുന്നു എന്നല്ല, ഞാൻ പിന്നെ കൊണ്ടു നടക്കണമെന്നുമല്ല. ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കണം, അവനിൽ വസിക്കണം. വസിച്ച് കഴിയുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കണ്ടെന്നോ സബ്മിറ്റ് ചെയ്യണ്ടെന്നോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതും അവന്റെ കൃപയാണ്. എന്റെ പ്രയത്നം കൊണ്ട് എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് രക്ഷ പ്രാപിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, യേശുവിന്റെ ആവശ്യമില്ല, ഞാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇന്ന് എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് അവൻ എന്നിലുള്ളതുകൊണ്ട്. അത് തീർച്ചയാണ് സംഭവിച്ചു. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഇതിന്റെ ജോസഫ് പ്രിൻസിന്റെ ഡെസ്റ്റൻ ട്രെയിനിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 4th പേജിലാണ് ഡെസ്റ്റൻ ട്രെയിൻ മറ്റേ അൺമെറിറ്റഡ് ഫേവറിന്റെ ഉണ്ട്. അൺമെറിറ്റഡ് ഫേവർ ഇത് തന്നെയാണ്, സെയിം കാര്യമാണ് പറയുന്നത്. വി ആർ ഡ്രിവൺ ടു ഡു ഫോർഗെറ്റിംഗ് ദാറ്റ് ക്രിസ്ത്യാനിറ്റി ഈസ് ആക്ച്വലി ഡൺ. ഇതാണ് ജോസഫ് പ്രിൻസിന്റെ അതേ വാചകം തന്നെ ഞാൻ ആ ബുക്കിനകത്തുനിന്ന് വായിച്ചതാണത്. അപ്പം ഇവിടുത്തെ
ഇവിടുത്തെ നമ്മൾ ഓർക്കേണ്ട കാര്യം കൃപ എന്ന് പറയുന്നത് പറയുന്നത് ഇത് ഡു ആണ്, ഡൺ അല്ല. അതായത് ഗ്രേസ് ഡസൻ ഡു അവേ വിത്ത് ബിബ്ലിക്കൽ വെർച്യൂ ഓഫ് ഹാർഡ് വർക്ക്. ഒരിക്കലും നമ്മളുടെ വർക്കിനെ വില കുറച്ചതായിട്ട് ഒരിക്കലും വേദോസം പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഒരു കാര്യം ദ ബൈബിൾ ടെൽസ് us to do because through Christ's redemptive work on the cross it is done. അത് യേശു കർത്താവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡു എന്ന് പറയുന്ന എൻ്റെ ഭാഗത്ത് ഇല്ലെന്നാണ് ജോസഫ് പ്രിൻസ് പറയുന്നത്. അങ്ങനെയല്ല. ഫ്രം ക്രൈസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് ഡൺ ആൻഡ് ഫ്രം മൈ പാർട്ട് ഐ നീഡ് ടു ഡു വിത്ത് ഇൻ ഗ്രേസ്. ഓഫ് കോഴ്സ് അവിടെ ആ പോയിന്റില ഞാൻ ഉറച്ചു നിൽക്കുന്നത്. സി ഫ്രം മൈ പാർട്ട് ഐ ഹാവ് ടു ഡു സംതിങ്. ഐ ആം ഡൂയിങ് by the grace of God. That's okay. That means what? It's not me but Christ in me. അതാരും എതിർക്കുന്നില്ല. ആശയമായി ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ജോസഫ് പ്രിൻസിന്റെ ബുക്കിന് ഞാൻ പറഞ്ഞില്ല 6 months മുമ്പാണ് ജോസഫ് പ്രിൻസ് എന്ന് പറയുന്ന ആളെ മീറ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ബുക്കും വായിച്ചിട്ടില്ല. ഡെസ്റ്റിൻ ടു റെയിൻ എന്നൊക്കെ പറഞ്ഞ ഒരു ബുക്ക് ഉണ്ടെന്ന് തന്നെ എന്റെ സ്നേഹിതർ പറഞ്ഞ ഞാൻ അറിയുന്നത്. ഞാൻ വായിച്ചിട്ടില്ല. Sajid, we don't identify you with Joseph. You are you yourself. And Joseph Prince is Joseph Prince. ജോസഫ് പ്രിൻസിനെ കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. കാര്യം ഞാൻ എന്റെ കമ്മ്യൂണിറ്റി കുറച്ചുകൂടെ, അതായത് എനിക്ക് ഡീൽ ചെയ്യേണ്ടി വന്നവരെല്ലാം ജോസഫ് പ്രിൻസിന്റെ ബുക്കുമായിട്ട് വെച്ചാണ് എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിൽ ജോസഫ് പ്രിൻസിനെ പഠിച്ചത്. എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു ആശയം, അതിന് എക്സ്പ്ലനേഷൻ ആൻസർ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റില് കൂടുതലും സജിത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇപ്പൊ പറഞ്ഞപ്പം രണ്ടുപേരും പറയുന്നത് ഒരുപോലെ ആയി പോകുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് പിന്നെ എന്റെ ചോദ്യം ഇതിനകത്തുള്ളത് ഈ രക്ഷ അതെ അത് തൽക്കാലം അതിനകത്തോട് പണ്ട് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. അന്നെനിക്ക് ഈ കർത്താവ് ഉള്ളി വന്നിട്ടില്ലായിരുന്നു. അത് ഇന്ന് എനിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നു. അത് കർത്താവ് ഉള്ളി വന്നോണ്ട്. അതെ, റോമൻ ചാപ്റ്റർ 6 അത് കറക്റ്റ് ആണല്ലോ. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം we have to grow in the knowledge. No, we are growing. പക്ഷെ നമ്മൾ അവിടെ yield yourself, your bodies ഈൽഡ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ശരീരങ്ങളെ എന്താ ആകയാൽ റോമൻ 6 തുടങ്ങുമ്പോൾ പറയാണ് പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരാ നിങ്ങൾ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങളെ മോഹങ്ങളെ അനുസരിച്ച് മാറി ഇനി വാഴരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കും. Why? You are dead to sin and alive to God. That's why. ആകയാൽ റോമൻസ് 2 തുടങ്ങും പറയാം കൃപ വരേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാൾ വരുന്നത് പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് അങ്ങനെ. No, we are dead to sin. ഇവിടുത്തെ പ്രശ്നം ഒറ്റ വാക്കിൽ ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ അയക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ബോധ്യം വ്യക്തികൾക്കില്ല. കോസ്റ്റ് ഓഫ് ഡിസൈബിൾഷിപ്പിന്റെ അത് പറയുന്നുണ്ട്. ആ മെസ്സേജ് ഞാൻ കേട്ടു. സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിട്ട് സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കാൻ അയക്കപ്പെട്ടവരാണ് നാം. വി ആർ ഡെഡ് ടു സിൻ എന്ന ആശയം പ്രീച്ച് ചെയ്യാത്തതുകൊണ്ടാണ് സിൻ കോൺഷ്യസ് ഇന്ന് ഭയങ്കരമായിട്ടിരിക്കുന്നത്. We are actually born again people. They are dead to sin. പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവരാ. According to chapter 6 Romans. അപ്പൊ ആ കോണ്ടെക്സ്റ്റില് സമർപ്പിപ്പീൻ എന്ന് പറയുമ്പോഴേ ആദ്യം പറയുന്നുണ്ട് ആകയാൽ ഇതാണ് നിങ്ങൾ. This is your stage. നിങ്ങളുടെ മരിപ്പിപ്പീൻ എന്നും പറയുന്നുണ്ട്. മരിപ്പിപ്പീൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി മരിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ മരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അത് 6:10. എങ്ങനെയാ മരിപ്പിപ്പി? അവന്റെ മരണത്തിൽ പങ്കാളിയായി തീരുന്നതാ എന്റെ പാപസംബന്ധമായ മരണം. ക്രിസ്തു മരിച്ചത് പാപസംബന്ധമായി 6:10 റോമൻ 6:10. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായി മരിച്ചു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുകയും നിങ്ങളെ തന്നെ എണ്ണുമ്പോൾ യു ആർ ഗ്രോയിങ് ഇൻ ദ നോളജ് ദാറ്റ് യു ആർ ഡെഡ് ടു സിൻ. You are dead to sin. You are dead to sin. അതേസമയം you have to kill the dead. നിങ്ങളുടെ അവയവങ്ങളെ ഈ പറഞ്ഞ വാക്കല്ല, കൊലോസിയൻസ് ചാപ്റ്റർ 3 വാക്യമാണ് സാർ പറഞ്ഞത്. ഇവിടെയുണ്ട് ഇത് നിങ്ങളുടെ അവയവങ്ങളെ ശരീരങ്ങളെ പോലുമല്ല. ഞാനത് ഈ റോമാലയനത്തിൻ്റെ ഒരു ക്ലാസ് എടുത്തപ്പോൾ അത് ഗ്രീക്കിലെ വാക്കുണ്ട്.
അവയവങ്ങളെ 6:13 നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. അത് ഒരു ലംസം സമർപ്പണമല്ല ഇവിടെ പറയുന്നത്. അതിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സാറിന് റോമൻസിന്റെ ആ ടീച്ചിങ്ങിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് സാർ, ഞാനത് കേട്ടിട്ടുണ്ട്. റോമൻ 6 തോമസ് സാറ് പറയുന്ന ആശയമാണോ റോമൻ 6:12 തുടങ്ങുന്നത്? അല്ല, ഇതിനകത്ത് ഞാനിപ്പോ അല്ല, റോമൻ 6:12 വായിച്ചേ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറി ഇനി വാഴരുത്. വാഴുകയില്ലല്ലോ എന്നല്ല, വാഴരുത്. 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 കാരണം എന്തുകൊണ്ട് വാഴരുത്? 6:2 വാഴാൻ സാധ്യതയുള്ളത് കൊണ്ട്. 6:2 പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി ജീവിക്കുന്നത് എങ്ങനെ? We are dead to sin. പാപസംബന്ധമായി മരിച്ചവരാണ്. You have to grow in the knowledge. ബ്രദർ സജിത്ത്, അങ്ങനെ വളരുമ്പോൾ ആ വളർച്ചയിലാണ് ഈ പറഞ്ഞ അവയവം വെപ്പൺസ് ഓഫ് റൈച്ചസ്നെസ് ആയി മാറുന്നത്. അപ്പൊ പിന്നെ എണ്ണേണ്ട ആവശ്യം വരുന്നില്ല, മരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഉള്ളതുകൊണ്ടല്ലേ എണ്ണമേ? അങ്ങനെയാണ്. സോ കൗണ്ട് യുവർ സെൽഫ്. അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. I have to on a daily basis commit myself. I have to kill that that evil എന്നിലുള്ള പാപ പ്രകൃതം തലയെടുക്കുമ്പോൾ ഞാൻ അതിനെ ആത്മാവിനാൽ Respected pastor, let me ask you one question. How you kill? It is by the spirit. അതാണ് റോമൻസ്. It is by the spirit. It's Romans 8. What I'm trying to explain is that's what the point. 8-ാം അധ്യായത്തിൽ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ ഞാൻ പ്രവർത്തിച്ച് മരിപ്പിക്കുക. I'm allowing the Holy Spirit to control. ആത്മാവിനാൽ മരിപ്പിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒറ്റ വിഷയമുള്ളത്. ഞാനിപ്പോ ഇതിപ്പോ ഒരു മൂന്നാമതൊരാൾ കേട്ടുകൊണ്ടിരുന്നാൽ ഇപ്പം സൈത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിരിക്കുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ഒരാളൊരു കൺക്ലൂഷനിലേക്ക് വരുന്നത് എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എല്ലാം കൃപ ചെയ്തോളും, ദൈവാത്മാവ് ചെയ്തോളും, എനിക്കൊന്നും ചെയ്യാനില്ല വ്യൂവേഴ്സിനോട് വ്യക്തമായിട്ട് ഈ വചനത്തിന്റെ ബേസിസിൽ നിന്നുകൊണ്ട് ഒരു കൺക്ലൂഷൻ പറയാൻ ആഗ്രഹിക്കും. ആ കൺക്ലൂഷൻ ഇതാണ്: രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷ എന്ന ദൈവത്തിന്റെ ദാനം നിങ്ങൾക്ക് ലഭിച്ച ശേഷം രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ വർക്കിംഗ് ഫോർ ദ സാൽവേഷൻ എന്ന ഫസ്റ്റ് പീറ്ററിലെ ആശയം പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുള്ള കൃപയാണ്. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കില്ല. പ്രശംസിപ്പാൻ യാതൊരു വകയോ അതിൻ്റെ അകത്തില്ല. ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓടിയെന്ന് പറയാനില്ല, അവന്റെ കൃപ എന്നെ ഓടുമാറാക്കിയെന്നേ പറയാനുള്ളൂ. 100% വി ഹാവ് ടു ഡു സംതിങ്. ദാറ്റ് ഡു എന്ന് പറയുന്നത് യേശു എന്നിൽ ഇരുന്ന് ചെയ്യുകയാണെന്ന് മാത്രമേ പറഞ്ഞു. യേശുവിൽ ഇരുന്ന് ചെയ്യുന്നതിനകത്ത് എന്റെ ഭാഗത്തു നിന്നുള്ള ഭാഗം എന്റെ ഭാഗം എന്ന് പറയുന്നത് ജീസസ് ആണ് സഹിത്തെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, യേശുവിനെ ലോർഡ് എന്ന് ഞാൻ ഏറ്റു പറഞ്ഞപ്പോ എന്താ വിട്ടുകൊടുത്തത്? അതെ, ഇതിന്റെ അതുകൊണ്ട് ലോർഡ്ഷിപ്പ്. യു ആർ ഹാൻഡ് ഓവറിംഗ് ദി ഇത്രയും വരുന്നു. Is it done once and for all, or is there a continuous process? I strongly believe it's a done deal. It's not a continuous process. It's not a continuous process. So then there is no need of ഒരിക്കൽ സമർപ്പിച്ചു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന I love to you, that is a mistake. This is being true to the word. See, അച്ഛൻ ഈ വിഷയത്തിൽ ഇമോഷണൽ ആകേണ്ട ആവശ്യമില്ല. If it is not done, then what is the difference between Christianity and other religions? They also saying do something and get something. The difference is this. See, other religions speak of doing and earning, but here it is receiving and doing. Okay. Receiving, so you receive. So you receive. It is a continuous process. Again, you are coming to my point. You receive Christ. You accept Jesus as your personal savior. You are allowing Christ to rule over you. Yeah. That's a daily process. It is not done once a day. If your life is a daily process, then it's a daily process. Then it is not done once and for all. That means when one is it's a daily process. Why? Because it's done already. കർത്താവ് ക്രൂശിൽ ചെയ്തത് നമ്മുടെ ആത്മാവിന് വേണ്ടത് ജസ്റ്റിഫിക്കേഷൻ ഡൺ.
സംശയമൊന്നും വേണ്ട. പക്ഷെ അല്ല തിരിച്ച് അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ ത്രികാല അനുഭവങ്ങൾ രക്ഷയ്ക്കുണ്ടെന്നുള്ളതിൽ ഇത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി നമ്മളിവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. അത് കേൾക്കുന്നവർ ആ കാര്യം ഞാൻ പറയട്ടില്ല. ഇവിടെ കാൽവിനോ ആർമീനിയോ എന്നുള്ളതല്ല വിഷയം. ദൈവവചനത്തിൽ ഒറ്റ കാര്യം അല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. കീപ് ഓൺ ഡൂയിങ് എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രോസസ്സാണ് അല്ലെ. പ്രൊവിഷൻ കർത്താവ് ചെയ്തു. ഒരു മിനിറ്റ് ഒരു വാക്യങ്ങൾ കീപ് ഓൺ ഡൂയിങ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ടീച്ച് ചെയ്യാറുണ്ട്. 6 വാക്യങ്ങൾ. അതില് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് വേണമെന്ന് ഞാൻ എൻ്റെ സ്പിരിച്വൽ മെന്റേഴ്സുമായിട്ട് റെഫർ ചെയ്ത ഒരു വാക്യമേ ഉള്ളൂ. ആ വാക്യം ഇതാണ്: വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകുകയും. അതായിരുന്നു എനിക്ക് കുറച്ചൊരു എക്സ്പ്ലനേഷൻ വേണ്ടി ഒരു ടോപ്പിക്. അതിന്റെ ഫസ്റ്റ് പാർട്ട് പറയാൻ മോളി ഞാൻ വിശുദ്ധനായതുകൊണ്ടാണ് നിങ്ങൾ വിശുദ്ധരാകുന്നത്. വിശുദ്ധൻ ഇനിയും തന്നെ വിശദീകരിക്കട്ടെ. വിശുദ്ധരായവൻ വിശുദ്ധൻ. അപ്പൊ ഇനി വിശദീകരിക്കാൻ വിശദീകരിച്ച് വിശുദ്ധനാകട്ടെ എന്നല്ല, വിശുദ്ധൻ ഇനിയും പറഞ്ഞത് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ സ്റ്റാൻഡിൽ നമുക്ക് കാൽവിനിസോ അർമീനിയസോ വിശദീകരിക്കാൻ നമ്മുടെ വിഷയം അതല്ല. കാൽവിൻ പോട്ടെ, അവരൊക്കെ പൊക്കോട്ടെ, നമുക്ക് ദൈവത്തിൽ അല്ല. ഇതിനകത്തുള്ള വിഷയം ജനങ്ങൾ വരുന്നൊരു കൺക്ലൂഷൻ പാപത്തിൽ തുറന്നാലും രക്ഷ നഷ്ടപ്പെടില്ല അല്ല എന്നങ്ങ് വൺസ് ഇറ്റ്സ് ഡൺ അത് കറക്റ്റ്. അപ്പൊ അതൊരു ലൈസൻസ് ആയിട്ട് ഒത്തിരി പേര് എടുക്കുന്നില്ലേ. രണ്ടാമത്തെ വിഷയം ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് വേറൊരു വിഷയം. അപ്പൊ ഒരു കാഷ്വൽ ഒരു എന്താ പറഞ്ഞ ഒരു ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് സാം പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു കാര്യം, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ആശയം പൊതുവെ ഇന്ന് ഉണ്ട്. അത് ദൈവത്തെ എൻ്റെ ചിന്ത കുറച്ച് ഡിഫറൻ്റ് ആണ്. അതായത് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ഞാൻ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനോ എനിക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ലോയിലേക്കോ കർമ്മമാർഗത്തിലേക്കോ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന അർത്ഥത്തിലല്ല ഞാൻ ചെയ്യുന്നത്. അത് തന്നെയല്ല ഈ സജിത്ത് പറഞ്ഞതിനകത്തുള്ള ഒരു ഇപ്പം ഇതിനകത്തെ ഒരു എക്സ്പ്ലനേഷൻ വേറെ രീതിയിൽ ഇപ്പം വേദോസത്തിലെ പല വാക്യങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ദൈവത്തെ ഇപ്പം ദൈവത്തിൽ പ്രസാദമുള്ള പ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കർത്താവ് പറയാണ്, അവനെ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ് ദൈവത്തിൽ പ്രസാദമുള്ള പ്രവൃത്തി. അത് ശരിക്കും പറഞ്ഞൊരു പ്രവൃത്തിയല്ല, ബേസിക്കലി അതൊരു പ്രവൃത്തിയല്ല. പക്ഷെ അവിടെ വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂ ടെസ്റ്റമെന്റിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ വരുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിലീവിങ് എ ഫാക്ട്. യേശു ക്രിസ്തു ഇറ്റ്സ് ബിലീവിങ്, ഇറ്റ് ഈസ് ട്രസ്റ്റിംഗ് എ പേഴ്സൺ ഓർ സംതിങ് ലൈക്ക് ഡിപ്പെൻഡിങ് ഓൺ എ പേഴ്സൺ. അല്ലാതെ ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താണ് ഐഡിയോളജി അല്ല. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ള വിശ്വാസവും അല്ല. അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും സ്വർഗ്ഗത്തിലെ കരയിൽ പോയെന്നും കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി രണ്ടാമത് വരുമെന്നും പിശാച് ഉൾപ്പെടെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം, ഞാൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കുള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതായത് എനിക്ക് കൊടുത്തു കിട്ടാൻ പറ്റാത്തൊരു കടം എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ എൻ്റെ അപ്പനോ വന്ന് കൊടുത്തു കിട്ടുമ്പോഴത്തേക്ക് എനിക്ക് വേണമെങ്കിൽ അത് നിഷേധിക്കാം. അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചിട്ടും ഇന്നും ആളുകൾ നരകത്തിൽ പോകുന്നതിൻ്റെ കാര്യം അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക്. ഇപ്പം എൻ്റെ കടം ഒരുത്തൻ കൊടുത്തു വീട്ടി, പക്ഷെ ഞാൻ പറയുകയാണ് എൻ്റെ കടമൊന്നും ഒരുത്തനും കൊടുത്തു വിട്ടണ്ട, അതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം, എനിക്ക് ഒരുത്തനും പുറത്തുനിന്നൊന്നും അവൻ്റെ ഒന്നും ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്, ഐ ഡോണ്ട് ഗെറ്റ് ദ ബെനിഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താണ് യേശു കർത്താവ് ചെയ്ത് തീർത്ത പ്രവൃത്തിയെ ഞാൻ എൻ്റേതാക്കി എടുക്കുകയാണ്. ഇവിടെ സജിത്ത് പറഞ്ഞതിനകത്തോ അല്ലെങ്കിൽ ഈ ജോസഫ് പ്രിൻസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വേദപുസ്തകത്തിലേത് തെറ്റല്ല. കാര്യം വേദപുസ്തകത്തിന് തെറ്റാൻ പറ്റില്ല. ആ വാക്കുകൾ അനുസരിച്ച് പറയുന്നത് ശരിയാണ്. എന്ത്? യേശു കർത്താവ് കാൽവറി ക്രൂശിൽ സകലതും ചെയ്ത് തീർത്തു, ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി. പക്ഷേ ഇത് എൻ്റെ സ്വന്തമാക്കുന്നത് വരെ ഇതെൻ്റേതല്ല. എൻ്റെ സ്വന്തമാക്കാനായിട്ട് അൺമെറിറ്റഡ് ഫേവറിനകത്ത് ജോസഫ് പ്രിൻസ് പറയുന്ന അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ സ്വന്തമാക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിത് ഏൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഏൺ ചെയ്യുന്നതും പിരിതോൻ സാർ പറഞ്ഞ കാര്യം ഒന്നാണ്, ഏൺ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും രണ്ടാണ്. എനിക്ക് ഏൺ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അവിടെയാണ് ജോസഫ് പ്രിൻസിനകത്ത് പ്രശ്നം. ജോസഫ് പ്രിൻസ് ഇതിനെ രണ്ടിനെ ഒന്നുപോലെ കാണുന്നത്. ഏൺ ചെയ്യുന്നതിനെയും റിസീവ് ചെയ്യുന്നതിനെയും ഒരുപോലെയാണ് കാണുന്നത്. റിസീവ് ചെയ്യുക എന്ന് പറയുന്നത്
എന്താണ് ഞാൻ എന്തിനു വേണ്ടിയാണ് നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ക്രിസ്തുവിനോട് മരിച്ചു, ക്രിസ്തുവിനോട് അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഇവിടെയെല്ലാം ഫെയ്ത്താണ്, ബൈ ഫെയ്ത്ത്. ഉയർത്തെഴുന്നേറ്റ് എന്തിനാണ്? നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പം ആ ന്യൂ ലൈഫ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ്, അല്ലാതെ ഞാനൊരു റോബോട്ടിനെ പോലെ നിന്നു കൊടുക്കുക അല്ല. ഞാനത് പറയുമ്പോൾ സാധിച്ചും പറഞ്ഞ പോയിന്റ്, മേശപ്പുറത്ത് ആഹാരം വിളമ്പി വെച്ചത് കൊണ്ട് എന്റെ വിശപ്പ് തീരണോ? അത് ഐ ഹാവ് ടു ഈറ്റ്. എനിക്കത് കഴിച്ചാൽ മാത്രമേ എന്റെ വിശപ്പ് മാറുള്ളൂ എന്നുള്ള സംഭവം പറയാറില്ല. പക്ഷെ ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പ ആ വാക്ക്, കഴിക്കാൻ എന്നെ ക്ഷണിച്ചതും കഴിക്കാൻ എന്നെ ഇരുത്തിയതും കഴിക്കാൻ എനിക്ക് ബലം തന്നതും കഴിക്കുമാറാക്കിയതും കർത്താവാണ്. കഴിച്ചുവെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എനിക്കില്ല. ഇല്ല, ക്രെഡിറ്റിന്റെ വാരിത്തന്നില്ല, ഞാൻ കഴിച്ചു. വാരിത്തന്നില്ല, ഐ വി ആയിട്ട് തന്നില്ല. ഐ ഹാവ് എ റോൾ. എന്റെ കൈ അവൻ ബലപ്പെടുത്തി. ഐ ഹാവ് അത് കറക്റ്റാണ്. ഐ വി ആയിട്ട് തന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാ കൃപ. ഐ വി ആയിട്ട് തന്നായിരുന്നു എങ്കിൽ എനിക്ക് ഫ്രീ വില്ലില്ലായിരുന്നു. അത് നമ്മൾ പണ്ട് പോലെ ചോദിക്കുന്ന ചോദ്യം, ഏതെല്ലാം തോട്ടത്തിൽ ആ വൃക്ഷത്തെ ഉണ്ടാക്കാതിരുന്നായിരുന്നു ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുക? പ്ലാനിൽപ്പെട്ട കാര്യങ്ങളാ അതല്ല ഇവിടെ പറയുന്നത്. അതൊക്കെ വലിയ നല്ല വിഷയമാണ്, അതൊക്കെ ശരിക്കും മനസ്സിലാക്കണ്ട. അതല്ല നമുക്ക് ഐ ഹാവ് എ റോൾ. അതൊരു ഡെയിലി ബേസിസ്. ഐ ഹാവ് in practical realm, in practical life, you have a role. You are doing such things. ഞാൻ മൊത്തത്തിൽ ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞു തന്നൊരു ഒബ്സർവേഷൻ ഞാൻ പറയട്ടെ. ഒരു ഒബ്സർവേഷനാണ്, അല്ല വേറൊന്നുമല്ല. നമ്മൾ ഈ കേൾക്കുമ്പം ഒരുപാട് പോസിറ്റീവ് മെസ്സേജ് ആയിട്ടും വളരെ മോട്ടിവേഷണൽ മെസ്സേജ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് കമാൻഡ്സോ റിവ്യൂസോ ഒന്നുമില്ല. അപ്പം നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ്, ഇപ്പം ഞാനും ഒക്കെ ഒത്തിരി പോസിറ്റീവായിട്ട് പ്രസംഗിക്കുന്ന ആളും ഒത്തിരി മോട്ടിവേഷണലായിട്ടൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ ആ മോട്ടിവേഷനും പോസിറ്റീവിന് അപ്പുറം അല്ലെങ്കിൽ അതിന് ഉള്ളിൽ തന്നെ ഒരുപാട് തിരുത്തലുകളുണ്ട്, റിബ്യൂക്കുണ്ട്. ചിലപ്പം ശക്തമായ എക്സോട്ട്, ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എക്സോട്ട് എന്നുള്ള വാക്കിനും റിബ്യൂക്ക് എന്നുള്ള വാക്ക് റിപ്രൂവ് എന്ന വാക്കും അപ്പോസ്തലന്മാർ എടുത്തെടുത്ത് പറയുന്ന കാര്യം യേശു അത് ആദ്യം പറഞ്ഞത് തന്നെയാണ്. അപ്പം നമ്മൾ ഈ പറയുന്നതിനകത്തൊന്നും ഈ ഒരു റിബ്യൂക്ക്, ഒരു എക്സോട്ട്, ഒരു റിപ്രൂവ് ഇതൊന്നും കാണുന്നില്ല. എല്ലാം വളരെ മോട്ടിവേഷൻ, വളരെ പോസിറ്റീവ് ആവുന്നു. അപ്പോൾ ഇതൊരു ലൈസൻസ് ആയിട്ട് എടുത്തിട്ട് എനിക്ക് എന്തും ചെയ്യാം, ഞാനൊരു